ാണ് ചെറിയ തോൽവികളിൽ പോലും കുട്ടികൾ ഉലഞ്ഞു പോകാൻ കാരണമെന്നും മനഃശാസ്ത്ര വിദഗ്ധ തന്റെ അനുഭവങ്ങളിലൂടെ പങ്കുവെക്കുന്നു. ജൂലിയറ്റ് സെബാസ്റ്റ്യൻ ഡോക്ടറുമായി സംസാരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. എറണാകുളം ലിസി ആശുപത്രിയിലെ കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റായ ഡോക്ടർ ശാലിനി നായരാണ് ഒപ്പമുള്ളത്. ഡോക്ടർ, ഒരു പ്രധാനപ്പെട്ട സംശയം, പണ്ട് കാലത്തൊക്കെ 2 ദിവസം മിണ്ടാതിരുന്നാൽ അല്ലെങ്കിൽ ജസ്റ്റ് 2 പേര് തമ്മിൽ വഴക്ക് കൂടിയാൽ തീരേണ്ട പ്രശ്നങ്ങൾക്കാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികൾ മാത്രമല്ല നമ്മുടെ യുവാക്കളും കത്തിയെടുക്കുന്നത്, വാളെടുക്കുന്നത്, ചുറ്റിയെടുക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ചുറ്റും ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് കാലഘട്ടം മാറുന്നതനുസരിച്ചുള്ള വ്യത്യാസങ്ങളുണ്ട്. അതായത് ആത്മനിയന്ത്രണം കുറയുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുവാക്കൾക്ക് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. ഇപ്പോൾ ഒരു അറ്റ് ദ ടച്ച് ഓഫ് എ ബട്ടൺ ഒരു സ്വിഗ്ഗിയിൽ കയറി, ഒരു ആപ്പിൽ കയറി ഫുഡ് ഓർഡർ ചെയ്യാം. അതുപോലെ തന്നെ ഒരു പ്രണയം ഉണ്ടെങ്കിൽ നേരെ പോവാതെ ഒരു ബട്ടണിൽ കൂടെ, ഒരു ഫോൺ കോളിലോ ടെക്സ്റ്റിൽ കൂടെ കാര്യങ്ങൾ അറിയിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ്, അതായത് ഡിജിറ്റൽ ഇൻടോക്സിക്കേഷൻ, ഓവർ യൂസേജ്. ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ മീഡിയ ഒക്കെ ആണെങ്കിലും OTT ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് ഡൈവേർട്ട് ആക്കണം. പണ്ടത്തെ കാലത്തൊന്നും പോയി ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്തൊക്കെ വേണം ഒരു കാര്യം നടത്താൻ. അല്ലെങ്കിൽ പ്രണയിക്കുകയാണെങ്കിൽ കത്ത് എഴുതി അത് എത്തിക്കണം, കാത്തിരിക്കണം. അതിൽ ഒരു വ്യത്യാസങ്ങളാണ്, സമൂഹത്തിൽ വന്ന വ്യത്യാസങ്ങളാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഇമ്പൾസിവിറ്റി, എടുത്തിയാട്ടം കൂടുതലാണ്. കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ വളരെ അത്യാവശ്യമാണ്. ഇപ്പം നമ്മൾ കുട്ടികൾ കൂടുതൽ എക്സ്പോസ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ മീഡിയ, ഫിലിം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യവുമാണ്. പക്ഷെ എങ്ങനെ ഇതിലൊരു കൺട്രോൾ കൊണ്ടുവന്ന് നിൽക്കാം, പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളുടെ ഒക്കെ കാര്യത്തിൽ? അത് ഒരു സോഷ്യൽ ഡിസ്കണക്ഷൻ വരുന്നുണ്ടേ. ഇപ്പോൾ കുട്ടികളാണെങ്കിലും ഇപ്പം പണ്ടത്തെ കാലത്ത് 4-5 പിള്ളേരുണ്ടാവും ഒരു വീട്ടിൽ. ഇപ്പോഴത്തെ ഇതിൽ സഹോദരന്മാരുണ്ടാവില്ല, ചിലപ്പം ഓൺലി ചൈൽഡ് ആയിരിക്കും, ഒറ്റയായിട്ട് വളരണമായിരിക്കും. അല്ലെങ്കിൽ അവർക്കിപ്പം മാതാപിതാക്കളുടെ കൺട്രോളിലായിരിക്കില്ല, അല്ലെങ്കിൽ ഇത് ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് ഫ്രീഡം. അപ്പോൾ അന്നേരം എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്രസീവ് മീഡിയംസ് ഇല്ല. ജയിക്കാൻ മാത്രം കുട്ടികളെ നമ്മൾ പരിശീലിപ്പിക്കുകയാണ്. ഇപ്പോൾ അതും ഒരു പ്രശ്നമാവുന്നുണ്ടോ? ഒരു ചെറിയ തോൽവി വന്നാൽ പോലും പെട്ടെന്ന് അതിനെ ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ, സാഹചര്യം അങ്ങനെ ഉണ്ടോ? അതായത് നമുക്കിപ്പം ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ അല്ല. ഇപ്പോൾ പേരൻസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ഐ വോണ്ട് ടു ബി ഫസ്റ്റ് ഇൻ ദ ക്ലാസ്, ട്യൂഷന് പോവുക, ക്ലാസ് കഴിഞ്ഞ് വന്ന ഹോംവർക്ക് കഴിഞ്ഞ ഉടനെ ട്യൂഷൻ, പിന്നെ എക്സാംസ്, എൻട്രൻസ് എക്സാമിന് 10ാം ക്ലാസ് തൊട്ടേ അല്ലെങ്കിൽ 9th തൊട്ടേ പുഷ് ചെയ്ത് വിടുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ മാറിയിട്ട് ഇപ്പോൾ എല്ലാം ഒരു കോമ്പറ്റീഷൻ, ഒരു അൺഹെൽത്തി ലെവലിലേക്കാണ് കോമ്പറ്റേറ്റീവ്നെസ് പോകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ യുവാക്കളെ വീട്ടകങ്ങളിൽ തന്നെ നമുക്ക് കൂടുതൽ കരുതാം, കൂടുതൽ ചേർത്ത് പിടിക്കാം, അവർക്ക് വേണ്ടി സമയം കൂടുതൽ ചെലവഴിക്കാം. ഇത് തന്നെയാണ് ഡോക്ടറും വ്യക്തമാക്കുന്നത്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ അശ്വന്തിനൊപ്പം ജൂലിയറ്റ് സെബാസ്റ്റ്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.